നാട്ടിലേക്ക് അരി, അതുപോലെ തന്നെ മാംസമായിട്ട് ഇറച്ചി, ഇങ്ങനെ ഒരു സഹോദരൻ നേർച്ചയാക്കിയതാണ്. സംഭാവന നൽകിയിട്ടുണ്ട് അരിയായിട്ടും. അതുപോലെ തന്നെ ഗൾഫ് കമ്മിറ്റി അവരും നൽകിയവരുണ്ട്. അതുപോലെ തന്നെ മാംസമായിട്ടും സാമ്പത്തികമായിട്ടും നൽകിയ പിന്നെ ഒരുപാട് ആളുകൾ, അതുപോലെ കാർപ്പറ്റ് തന്ന് സഹായിച്ചവർ, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പ്രേരിപ്പിച്ചവർ, വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരും ആശുപത്രിയിലുള്ളവരുമായ സഹോദരങ്ങൾ, നമ്മുടെ ദീൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാര്, നാട്ടിലെയും ഗൾഫിലെയും കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, വിദ്യാർത്ഥിനികൾ, ഒരുപാട് പ്രായമുള്ളവര്, വിവിധ വേദനകളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ ഓപ്പറേഷന് കഴിഞ്ഞ ആശുപത്രിയിലുള്ളവര്, ഒരു മാതാവ് അങ്ങനെ ഐസിയിലുള്ളത്, അതുപോലെ തന്നെ പിന്നെ ഒരു പിതാവ്, ഇൻഷാ അല്ലാഹ് നമ്മള് എന്താ പറയാ, നമ്മുടെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അസുഖവും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മൾ ഈ പറയപ്പെട്ടവരുടെ എല്ലാവരുടെയും ആദരവും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നത്തെ ഈ ഒരു വേദിയിൽ വരാനും ഇരിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ പല ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ഒരുപാട് ഹാർട്ട് പ്രശ്നമുള്ളവര്, അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, അങ്ങനെ ഒരുപാട് ആളുകൾ പല വിധത്തിലും പല നിലക്കുമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ്. അതെല്ലാം അല്ലാഹു പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ബർക്കത്ത് കൊണ്ട്, ഈ ഒരു ഒരുമിച്ച് കൂടൽ കൊണ്ട് അല്ലാഹു എല്ലാം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ അരിയായിട്ട് സഹായിച്ചവര്, നമ്മൾ പറയും, നമ്മളെ പിന്നെ ആർക്കെ അല്ലെ, അബ്ദുൽ ഖാദർക്ക ഒരു ചാക്കരി തന്നു. അതുപോലെ തന്നെ നമ്മൾ വിഷയമായി പറഞ്ഞപ്പോ അവരും ഒരു ചാക്കരി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അബ്ദുൽ ഖാദർ ചാക്കരി, അതെല്ലാം അൽഹംദുലില്ലാഹ് നല്ല നിയത്തോടു കൂടി നൽകിയതാണ്. അവർക്കെല്ലാം പല മാംസം മാഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സിലേക്ക് മുഴുവൻ അതിന്റെ മാംസം എത്ര kg ആണോ, അപ്പോ 70-75 കിലോ അല്ലെ, ആ ലെവലിൽ നൽകി. മാഷാ അല്ലാഹ് അവരൊക്കെ വലിയ നല്ല മനസ്സോടെ നൽകിയതാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാനും അത് എല്ലാ വീടുകളിലേക്ക് എത്തിക്കാനും കഴിയും. അൽഹംദുലില്ലാഹ് അത് എത്തിച്ചുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാഹ് റഹ്മായ റബ്ബ് അതിനുള്ള എല്ലാ നിലക്കും പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ.